വെൽക്കം ടു ഓൾ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷന് വേണ്ടി സെബി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷന്റെ ആവശ്യകത. അതിനകത്ത് ഏറ്റവും കൂടുതൽ റോൾ എടുക്കുന്നത് സെബി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് സെബിയുടെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി കുറച്ച് മെഷേഴ്സ് സെബിയുടെ ഇനീഷ്യേറ്റീവ്സിനോട് കൂടിയിട്ട് എടുത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. മെഷേഴ്സ് ഫോർ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഫസ്റ്റ് വരുന്ന കാര്യമാണ് എന്ത്? ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്, IEPF. ഇൻവെസ്റ്റർ, I for ഇൻവെസ്റ്റർ, E for എഡ്യൂക്കേഷൻ, P for പ്രൊട്ടക്ഷൻ ആൻഡ് F for ഫണ്ട്. ഇത് ഷോർട്ട് ഫോം ആയിട്ടും ചോദിക്കാറുണ്ട്. സോ ഒരു ഇൻവെസ്റ്ററെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെബി ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് എന്നുള്ളത് ഫോം ചെയ്തു. അത് വെറുതെ ഫോം ചെയ്തതല്ല, കമ്പനീസ് ആക്ട് 1956 കീഴിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കമ്പനീസ് ആക്ട് പ്രകാരം, അതായത് കമ്പനീസ് ആക്ടിന്റെ ബലത്തോടു കൂടി ചെയ്യാന്നൊക്കെ പറയില്ലേ, അതായത് ഇപ്പോൾ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് കമ്പനീസ് ആക്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സോഴ്സ് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ കമ്പനീസ് ആക്ട് പ്രകാരം 7 വർഷം, അതായത് ബിസിനസ് ക്യാരി ഔട്ട് ചെയ്തിട്ട് 7 വർഷമായ എല്ലാ കമ്പനികളും, നമുക്കറിയാം അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഫണ്ട് ഉണ്ടാവും. അതായത് ഡിവിഡൻഡ് ഡ്യൂ ആയി, പക്ഷെ ഷെയർ ഹോൾഡേഴ്സിന് ട്രേസ് ചെയ്യാൻ പറ്റാത്ത കാരണം അവർക്കത് കൊടുത്തിട്ടില്ല. നമ്മൾ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കണ്ടാവും അൺക്ലെയിംഡ് ഡിവിഡൻഡ്, അതായത് ഷെയർ ഹോൾഡേഴ്സ് അത് റിസീവ് ചെയ്തിട്ടില്ല. അങ്ങനെ 7 കൊല്ലമായിട്ടും റിസീവ് ചെയ്യാത്ത ഡിവിഡൻഡുകൾ, അതുപോലെ തന്നെ മെച്വേർഡ് ഡെപ്പോസിറ്റ്സുകൾ, ചിലവര് എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രിഫറൻസ് ഷെയർസ് ഒക്കെ ആയിരിക്കും 10 കൊല്ലത്തിന് വേണ്ടിയിട്ടായിരിക്കും, അത് ഓൾറെഡി മെച്വേർഡ് ആയി, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ആൾ ആ ഫണ്ടിന് അവകാശിയായിട്ട് വന്നിട്ടില്ല. അതായത് ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഡെപ്പോസിറ്റ്സുകൾ, അതുപോലെ ഡിബഞ്ചേഴ്സ് മെച്യൂർ ആയിട്ടുള്ളത്. പിന്നെ എന്താണ്? ഷെയർ അപ്ലിക്കേഷൻ മണി. ഷെയർ അപ്ലിക്കേഷൻ മണി നമുക്കറിയാം, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, കോൾ മണി അങ്ങനെയുണ്ട്. അതിൽ അപ്ലിക്കേഷൻ മണി ഇതൊക്കെ എന്ത് ചെയ്യണം? ഗവൺമെന്റിന് പ്രൊവൈഡ് ചെയ്യണം ത്രൂ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് കമ്പനീസ് ആക്ടില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്ത്? ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? അതായത് 7 years, the company which has completed 7 years in business should hand over unclaimed dividends, mature deposits, debenture fund, share application money എന്നിവ ടു ദ ഗവൺമെന്റ് ത്രൂ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് ആണ്. ഇത് ശരിക്കും സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇന്റർ കണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ്. അതായത് എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അത് അവകാശപ്പെടുന്നതാണ്. ഇത് ശരിക്കും ആക്ച്വലി ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. സെബിയുടെ ഒരു മെഷർ ആണെങ്കിലും ഇറ്റ് ഈസ് ആക്ച്വലി മെയിൻറ്റൈനിങ് ബൈ എ ഗവൺമെന്റ്. അപ്പൊ അതെന്താണ്? ഇന്റർ കണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അപ്പൊ അത് ഗവൺമെന്റ് ഫണ്ട് പോലെയാണ്. ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇൻവെസ്റ്റർക്ക് നഷ്ടമല്ല, എന്താണ്, അവർക്ക് മാൽ പ്രാക്ടീസസിലൂടെ അല്ലെങ്കിൽ അവരെ പറ്റിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ they can get compensation from this fund if they belongs to any stock exchange. അപ്പോ അതിന്റെ ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ക്ലെയിമുകൾ, ഇൻവെസ്റ്ററുടെ ക്ലെയിമുകൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് മെമ്പർ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, അതായത് ബ്രോക്കേഴ്സ് അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും ഫെയിൽ ടു പേ അല്ലെങ്കിൽ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള ഇൻവെസ്റ്റർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട കോമ്പൻസേഷനെ കുറിച്ചിട്ട് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് കുറച്ച് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതെന്താന്ന് വെച്ചാൽ NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചില് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ഒരു ബ്രോക്കർ അല്ലെങ്കിൽ അതിലത്തെ ഒരു മെമ്പർ, അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലത്തെ ഒരു മെമ്പർ, അല്ലെങ്കിൽ എന്താണ്, എനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ഒരു മെമ്പർ ആണ് അല്ലെങ്കിൽ ബ്രോക്കർ ആണ് ഈ ഇൻവെസ്റ്റർക്ക് ഡിഫോൾട്ട് ഓഫ് പേ അല്ലെങ്കിൽ ഫെയിൽ ടു പേ വന്നതെങ്കിൽ ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാം?
കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനുള്ള അവകാശം ഉണ്ട്. സോ എനി ഇൻവെസ്റ്റർ ക്യാൻ ആസ്ക് ഫോർ കോമ്പൻസേഷൻ ഇഫ് എ മെമ്പർ ഓഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ, മെമ്പർ ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ എനി അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് failed to pay money due to the investor. സോ അങ്ങനെയാണെങ്കിൽ, അല്ലാതെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു ബ്രോക്കർ പറ്റിച്ചതിന് കോമ്പൻസേഷൻ പറ്റില്ല. അപ്പൊ അതാണ് ആദ്യത്തെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു ഗൈഡ് ലൈൻ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് വെച്ചിരിക്കുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് കുറച്ച് ലിമിറ്റുകളൊക്കെ എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും ഇൻവെസ്റ്റർക്ക് കോമ്പൻസേഷൻ പേ ചെയ്യണതിന്. അപ്പൊ അത് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് ട്രസ്റ്റ് രൂപീകരിച്ചിട്ടാണ് ഈ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് നമ്മൾ കൈകാര്യം ചെയ്തത്. അപ്പൊ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ടിലെ ട്രസ്റ്റിന്റെ ഡിസ്കഷനും ഗൈഡ് ലൈൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് എന്ത് ചെയ്യാം, ലിമിറ്റുകൾ ഫിക്സ് ചെയ്യാൻ ഓൺ ലെവൽ ഓഫ് കോമ്പൻസേഷൻ. അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു സിംഗിൾ ക്ലെയിം, അതായത് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഒരു ഇൻവെസ്റ്ററുടെ സിംഗിൾ ക്ലെയിം ഒരിക്കലും 1,00,000 കുറവായിരിക്കരുത്. 1,00,000 കൂടുതൽ ഉണ്ടായാൽ മാത്രമാണ് ഈ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിൽ നിന്ന് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുള്ളത്. അത് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കേസാണ്. അത് BSE NSE പോലെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കേസിലാണ്. ഇനി സാധാ മറ്റു നോർമൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിൽ മിനിമം 50,000 രൂപയെങ്കിലും ആയിരിക്കണം എന്ത്, സിംഗിൾ ക്ലെയിം എന്ന് പറയുന്നത്. അപ്പൊ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ 1 lakh, അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ 50,000. അപ്പൊ അതാണ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്, ആദ്യത്തെ മെഷർ ഫോർ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാം. അതായത് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ മെഷർ ചെയ്യാൻ മെഷേഴ്സിലെ സെബി ഒരു സ്ലോഗൻ ഫോളോ ചെയ്യുന്നുണ്ട്, ആൻഡ് ഇൻഫോംഡ് ഇൻവെസ്റ്റർ ഈസ് എ സേഫ് ഇൻവെസ്റ്റർ. അതായത് കാര്യങ്ങൾ അറിയുന്ന ഇൻവെസ്റ്റർക്ക് അറിയണം അവരുടെ റൈറ്റ്സ് എന്താണ്, അവരുടെ ഒബ്ലിഗേഷൻ എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന്. അപ്പൊ അങ്ങനെ ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഹി സേഫ്, ഹി ക്യാൻ ഹാൻഡിൽ ഹിസ് ഓൺ പ്രോബ്ലംസ്. സോ എന്ത് ചെയ്തിട്ടുണ്ട്, സെബി ഒരു സെക്യൂരിറ്റി മാർക്കറ്റ് അവയർനെസ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് 2003. ഇപ്പൊ നൗ അത് എത്തിയിട്ടുണ്ട്, റെഗുലർലി ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അത് ഫോർ എഡ്യൂക്കേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരുപാട്, അത് 2003 ആദ്യമായിട്ട് ആ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത്. അപ്പോഴാണ് ഈ ഇൻവെസ്റ്റർ അവയർനെസിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ ഒരു ജസ്റ്റ് ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എങ്ങനെയാണ്, മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ്, അതിന്റെ ബെനിഫിറ്റ്സ് ഡിസഡ്വാൻറ്റേജ്, പിന്നെ ടാക്സ് പ്രൊവിഷൻ, പിന്നെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ടിനെ കുറിച്ചിട്ട്, അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും ദർ ഈസ് ആൻ ഓപ്ഷൻ ടു കോമ്പൻസേറ്റ് യുവർ ലോസ് എന്നുള്ളത്, പിന്നെ ഇൻവെസ്റ്റർ ഗ്രീവിയൻസ് റിഡ്രസൽ, എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് സെബിനെ അറിയിക്കാൻ വഴികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രോഗ്രാമുകൾ ലോഞ്ച് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ മാത്രമല്ല, ചില വർക്ക്ഷോപ്പുകൾ, ഡെറിവേറ്റീവ്സിനെ കുറിച്ചുള്ള വർക്ക്ഷോപ്പുകൾ സെബി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിനെ കുറിച്ചിട്ട്, പിന്നെ സെൻസസിനെ കുറിച്ചിട്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെമിനാറുകളും വർക്ക്ഷോപ്പുകളും കണ്ടക്ട് ചെയ്യുന്നത്. അത് ത്രൂ ഓൺലൈൻ ആയിരിക്കാം, ചില കേസുകൾ നമുക്ക് TV പ്രോഗ്രാമിൽ അങ്ങനത്തെ അവയർനെസ് പ്രോഗ്രാം ഉണ്ടാവാറുണ്ട്. അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ, അപ്പൊ അതുപോലെ ന്യൂസ് പേപ്പറിലൊക്കെ ഇൻവെസ്റ്റർ അവയർനെസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ 2000 വർക്ക്ഷോപ്പുകൾ, അതായത് 500, ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ നാടകങ്ങളൊക്കെ, തെരുവ് നാടകങ്ങളൊക്കെ നടക്കണ പോലെ ഓരോ സിറ്റികളിലൊക്കെയാണ് ഈ സെമിനാറുകൾ നടക്കുന്നത്. അങ്ങനെ 500 സിറ്റീസില് 2000 വർക്ക്ഷോപ്പുകൾ സെബിയുടെ നേതൃത്വത്തിൽ ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ സെബി ഹാസ് മാർക്കറ്റഡ് ദ ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാം അക്രോസ് ഓൾ ഫോർമാറ്റ്സ്. അതായത് ഇതിപ്പോ ഒരു വിഷ്വലി അല്ലെങ്കിൽ ഒരു ടോക്ക് ആയിട്ട് മാത്രമല്ല, ന്യൂസ് പേപ്പറില്, റേഡിയോയില്, ടെലിവിഷനില്, ജേർണലുകളില്, ഇന്റർനെറ്റിലൊക്കെ ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് സെബിയുടെ സൈറ്റ്
അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ധാരണയായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് ഇത്രയും ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ മെഷറാണ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്. ഒന്നുമില്ല, ഇൻവെസ്റ്റർക്ക് നമ്മുടെ രജിസ്റ്റേർഡ് ബ്രോക്കേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സിൽ നിന്ന് ഉണ്ടാകുന്ന ഡിഫോൾട്ടുകൾ അല്ലെങ്കിൽ ഫെയിൽ ടു പേ ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് എന്ത്, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അതൊരു ട്രസ്റ്റിന്റെ കീഴിലാണ് അതിന്റെ ഓപ്പറേഷൻ നടക്കുന്നത്. ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇന്റർ കണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അൺക്ലെയിംഡ് ഡിവിഡൻഡ്, മെച്യൂർഡ് ഡെപ്പോസിറ്റ്സ്, ഷെയർ അപ്ലിക്കേഷൻ മണിയൊക്കെയാണ്. പിന്നെ ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാമുകൾ ഇതെന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഫോംഡ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ഒരു സേഫ് ഇൻവെസ്റ്റർ ആണ്. അപ്പോൾ ഒരുപാട് സെക്യൂരിറ്റി മാർക്കറ്റ് അവയർനെസ് ക്യാമ്പയിനുകൾ സെബി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് റെഗുലർലി ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ മേജർ സബ്ജക്റ്റുകളും കമ്പയർ ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്ററുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ റൈറ്റ്സ്, ഹൗ ദേ ക്യാൻ മാനേജ് പോർട്ട്ഫോളിയോസ്, മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ഇൻഫർമേഷൻ, ടാക്സ് പ്രൊവിഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ വർക്ക്ഷോപ്പുകൾ ഡേ ടു ഡേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ത്രൂ പ്രിന്റ് മീഡിയ, റേഡിയോ, ടെലിവിഷൻ, ഇന്റർനെറ്റ്, പിന്നെ സെമിനാറുകളായിട്ടൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് 2 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.